സ്നേഹമുള്ളവരെ, നമുക്ക് ത്രിത്വൈക ദൈവത്തിൻ്റെ കൂട്ടായ്മയിലായിരിക്കാം. നമ്മളിന്ന് ചിന്തിക്കുന്ന ദൈവവചനം മത്തായി സുവിശേഷം 7-ാം അധ്യായം 6-ാം തിരുവചനം. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ വചനം കേൾക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ ബോധ്യം അവിടുന്ന് നൽകണമേ. അവിടുത്തെ പരിശുദ്ധാരൂപിയാൽ ഈ വചനം മനസ്സിലാക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. മത്തായി സുവിശേഷം 7-ാം അധ്യായം 6-ാമത്തെ വചനം. വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്കെറിഞ്ഞു കൊടുക്കരുത്, അല്ലെങ്കിൽ അവ പാദങ്ങൾക്കിടയിൽ അവ ചവിട്ടി മരിക്കുകയും തിരിഞ്ഞ് നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം. ഡു നോട്ട് ഗീവ് വാട്ട് ഈസ് ഹോളി ടു ഡോഗ്സ് ആൻഡ് ഡു നോട്ട് ത്രോ യുവർ പേൾസ് ബിഫോർ സ്വൈൻ ഓർ ദേ വിൽ ട്രാമ്പിൾ ദം അണ്ടർ ഫുട്ട് ആൻഡ് ടേൺ ആൻഡ് മൗൾ യു. കർത്താവ് എന്താണ് ഈ വചനം കൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പന്നികൾക്ക് അത് എറിഞ്ഞു കൊടുക്കുന്നുണ്ടോ? നമ്മൾ ആഴത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് കിട്ടിയ ഏറ്റവും വിശുദ്ധമായ ഒരു കാര്യം ഈ ജീവിതമാണ്. ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് നമ്മൾ പങ്കുചേരാൻ ദൈവം ഒരു ജീവിതം നൽകി നമ്മളെ അനുഗ്രഹിച്ചു. അതിലുപരിയായിട്ട് ഒരു ക്രിസ്തീയ വിശ്വാസത്തിൽ, ആ വിശ്വാസത്തിലേക്ക് നമ്മെ വിളിച്ചു മാമോദീസയിലൂടെ. അപ്പം നമുക്ക് അതുവഴി ലഭിച്ചത് വിശുദ്ധിയാണ്. ജീവിതം തന്നെ ദൈവത്തിൻ്റെ ദാനമാണ്. മാമോദീസയിലൂടെ ദൈവത്തിൻ്റെ നിത്യജീവനിലേക്ക് നമ്മൾ പങ്കുകാരാകത്തക്ക വിധം നമ്മൾ വിശ്വാസത്തിൽ ക്രിസ്തുവിനോട് ഒട്ടിച്ചേർന്നു. അപ്പം നമുക്ക് കിട്ടിയ വിശ്വാസം, അതിലൂടെ നമുക്ക് കിട്ടിയ ദൈവവചനത്തിൻ്റെ ബോധ്യങ്ങൾ, ആ ബോധ്യത്തിനനുസരിച്ചല്ല നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടിയത് മുഴുവൻ നായ്ക്കൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഓർക്കുക, എങ്ങനെയാണ് നമ്മളിങ്ങനെ നായ്ക്കൾക്ക് കൊടുക്കുന്നത്? ഓർക്കുക, യേശുവിൻ്റെ ശരീരത്തോട് ഒട്ടിച്ചു ചേർക്കപ്പെട്ട നാം ഓരോരുത്തരും മാമോദീസയിലൂടെ യേശുവിൻ്റെ ശരീരത്തോട് ഒട്ടിച്ചു ചേർക്കപ്പെട്ട നാം ഓരോരുത്തരും യേശുവിൻ്റെ ശരീരത്തിൽ ആണെന്നുള്ള ബോധ്യത്തിൽ, ഞാൻ യേശുവിൻ്റെ ശരീരത്തിലാണ്, സഭയിലാണെന്ന് പറയുമ്പം ഇങ്ങനെ ചിന്തിക്കണം, ഞാൻ യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി. യോഹന്നാൻ്റെ സുവിശേഷം 15 പറയുന്ന പോലെ, ഞാൻ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്, എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു, ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി വെട്ടിയൊരുക്കുന്നു. അതായത് യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ടൊരു ശാഖ, ഒരു ബ്രാഞ്ചായിട്ടാണ് ഓരോ മനുഷ്യ വ്യക്തിയും നിൽക്കുന്നത്. മാമോദീസ വഴി യേശുവിൻ്റെ ശരീരത്തോട് ഒട്ടിച്ചേർന്നു. അപ്പം നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് നയിക്കുമ്പോൾ നമ്മൾ യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണോ? യേശുവിൻ്റെ ശരീരത്തിൽ നിന്നുകൊണ്ട് എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളാണോ ഞാൻ പ്രവർത്തിക്കുന്നത്? അങ്ങനെ പറയുമ്പോൾ, മദ്യപിക്കുന്ന ഒരാൾ ചിലപ്പം കൂടെ മദ്യപിക്കും, അല്ലെങ്കിൽ വല്ലപ്പോഴും ഉള്ള മദ്യപാനം ഉള്ളായിരിക്കും, ഒരു ലിമിറ്റിലുള്ള മദ്യപാനം ഉള്ളായിരിക്കും. അപ്പം അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തി മാമോദീസയിൽ യേശുവിനോട് ഒട്ടിച്ചു ചേർക്കപ്പെട്ടതാണ് വിശ്വാസം വഴി, യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ഞാൻ മദ്യപിക്കുമ്പോൾ ഞാൻ ഈ
വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. വിശ്വാസത്തിലൂടെ എനിക്ക് കിട്ടിയ ജീവൻ്റെ പങ്കാളിത്തം. ഇപ്പോൾ എഫേസ്യസ് ലേഖനത്തിൽ പറയല്ലോ, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. ആ വിശ്വാസം രക്ഷയിലേക്ക് നമ്മളെ നയിച്ചു. വിശ്വാസത്തിൽ നമ്മൾ പിതാവിനോടൊപ്പം അവിടുത്തെ വലതുഭാഗത്ത് ഇരുത്തി എന്നാണ് പറയുന്നത്. ക്രിസ്തുവിനോടൊപ്പം പിതാവിനോട് കൂടെ നമ്മെ ഇരുത്തി. വി ആർ സീറ്റഡ് ഇൻ ദ ഹെവൻ. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ, യേശുവിൻ്റെ ശരീരമാണ് നമ്മളെങ്കിൽ യേശു സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുക. അപ്പോൾ യേശുവിൻ്റെ ശരീരമാണ് നമ്മളെങ്കിൽ നമ്മളും ഫലത്തിൽ ഈ ലോകത്തിൽ ജീവിക്കുകയാണെങ്കിലും വിശ്വാസത്തിൽ യേശുവിൻ്റെ കൂടെ സ്വർഗത്തിലാണ്. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ മദ്യപാനം നടത്തുമ്പോൾ, അത് വല്ലപ്പോഴും ആണെങ്കിലും കൂടെ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ വിശുദ്ധമായത് യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് നമ്മൾ. അതെന്ത് ചെയ്യുന്നു? യേശുവിനെ നായ്ക്കൾക്ക് കൊടുക്കുന്ന പോലെയായി. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മളുടെ ഇഷ്ടങ്ങൾക്കൊത്തുള്ള ജീവിതം അത് വിശുദ്ധമായത് നമ്മൾ നായ്ക്കൾക്ക് കൊടുക്കുന്നതിന് തുല്യമാണ്. അധമ വികാരങ്ങൾക്ക് അടിപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി, പോൺ വീഡിയോസ് എന്ന് വെച്ചാൽ നഗ്നമായ ചിത്രങ്ങൾ കണ്ട് അത് ആസ്വദിക്കുന്ന ഒരു വ്യക്തി, അവൻ വ്യഭിചാരം ചെയ്തില്ലെങ്കിലും ഹൃദയത്തിൽ അവന് വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു യേശുവിൻ്റെ വാക്കുകൾ പ്രകാരം. അപ്പോൾ യേശുവിൻ്റെ ശരീരത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ അധമവികാരങ്ങൾക്ക് കീഴ്പ്പെടുമ്പോൾ നമ്മൾ എന്തു ചെയ്യുന്നു? വിശുദ്ധമായത് നായ്ക്കൾക്കും പന്നികൾക്കും എറിഞ്ഞു കൊടുക്കുക. യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായ എന്നെ ഞാൻ ഈ ലോകത്തിൻ്റെ നായ്ക്കൾക്കും പന്നികൾക്കും, ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കുക. നാവുകൊണ്ട് മറ്റുള്ളവരെ കുറ്റം പറയും വിധിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ മക്കളായ നമ്മുടെ സഹോദരങ്ങളെ, അവർ യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. അപ്പം അവരെ നമ്മൾ കുറ്റം വിധിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായ നമ്മെ തന്നെ നമ്മൾ നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നു. നമ്മൾ കൊറിന്ത്യൻസുകാരുടെ 1-ാം ലേഖനം, 1 കൊറിന്ത്യൻസ് 4-ാം അധ്യായത്തിൽ 7-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദാനമായിട്ടല്ലാതെ നിനക്ക് എന്താണ് ലഭിച്ചിട്ടുള്ളത്? നിനക്കത് ദാനമായിട്ട് കിട്ടിയതാണെങ്കിൽ എന്തിന് നീ നിൻ്റെ സ്വന്തമാണെന്ന് അഭിമാനിക്കുന്നു? എല്ലാം നിനക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. അങ്ങനെ വരുമ്പോൾ ഇപ്പം വിശ്വാസത്തിൽ അല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ കൂടി, ഒരു അക്രൈസ്തവനാണെങ്കിൽ കൂടി, അവൻ്റെ ജീവിതം ദൈവം ദാനമായിട്ട് കൊടുത്തതാണ്. ലക്ഷ്യമെന്ന വിശ്വാസത്തിലേക്ക് അവനെ നയിച്ച് യേശുക്രിസ്തുവിലൂടെ അവനെ സ്വർഗത്തിലേക്ക് എത്തിക്കുക. അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ അക്രൈസ്തവനായിട്ടാണ് ജനിച്ചെങ്കിലും ആരിലൂടെയെങ്കിലും അവനെ വിശ്വാസത്തിലേക്ക് നയിച്ച് യേശുവിൻ്റെ രക്ഷ അവന് കൊടുത്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ ആ ജീവിതം വ്യർത്ഥതയ്ക്ക് അടിപ്പെട്ട് ജീവിക്കുമ്പോൾ, ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് അടിപ്പെട്ട് ജീവിതം, അതിൻ്റെ പിറകെ നമ്മൾ ലോകമോഹങ്ങൾക്ക് പിറകെ നടക്കുമ്പോൾ, അതായത് നമ്മുടെ ഇഷ്ടങ്ങൾ കൊടുത്ത് നമ്മൾ ചരിക്കുമ്പോൾ
നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ വിശുദ്ധമായത്, അതായത് ദൈവം തന്ന ഈ വിശുദ്ധമായ ജീവിതം നമ്മൾ എന്തിനു കൊടുക്കുന്നു? പന്നികൾക്കും പട്ടികൾക്കും ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ വിശ്വാസിയായ ഒരുവനാണെങ്കിലോ, വിശ്വാസത്തിൽ വളർന്നു വരുന്ന ക്രിസ്തീയ വിശ്വാസിയായ, മാമ്മോദീസയിലൂടെ വിശ്വാസം സ്വീകരിച്ച് ദൈവിക വിശുദ്ധിയിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തി, വരപ്രസാദം കിട്ടിയ ഒരു വ്യക്തി, അവൻ്റെ ശരീരത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കുമ്പോൾ, അവൻ്റെ കണ്ണുകളെ നിയന്ത്രണമില്ലാതെ വിടുമ്പോൾ, നാവിനെ, അധരങ്ങളെ നിയന്ത്രണമില്ലാതെ വിടുമ്പോൾ, കൈകാലുകൾ തന്നിഷ്ടപ്രകാരം തൻ്റെ വഴിയെ നടക്കാനും തൻ്റെതായ പ്രവർത്തികൾ ചെയ്യാനും ഉപയോഗിക്കുമ്പോൾ എന്തു ചെയ്യുന്നു? ഈ വിശ്വാസത്തിലൂടെ നമുക്ക് ലഭിച്ച വിശുദ്ധി, ദൈവിക ജീവനിലുള്ള പങ്കാളിത്തം, അതെന്തിനു കൊടുക്കുന്നു? നായ്ക്കൾക്കും പന്നികൾക്കും എറിഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ എറിഞ്ഞു കൊടുക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവ തന്നെ നമ്മളെ തിരിഞ്ഞ് നമ്മുടെ വിശുദ്ധി അവിടെ ചവിട്ടി മതിക്കും. അതായത് ഈ ദൈവിക വിശ്വാസത്തിലൂടെ നമുക്ക് ലഭിച്ച വിശുദ്ധിയെ നമ്മൾ അധമപ്രവർത്തികൾക്ക് പോകുമ്പോൾ, മറ്റേ അസഭ്യ സംസാരങ്ങൾക്ക് പോകുമ്പോൾ, അശുദ്ധ ഭാഷണം നടത്തുമ്പോൾ, മറ്റുള്ളവരെ കുറ്റം വിധിക്കുമ്പോൾ എന്തു ചെയ്യുന്നു? അത് ഈ ലോകത്തിൻ്റെ നായ്ക്കൾ അത് ചവിട്ടി മതിക്കുകയും നമ്മിലെ വിശുദ്ധിയെ, നമ്മുടെ നാവിൻ്റെ വിശുദ്ധിയെ, നമ്മുടെ ശരീരത്തിൻ്റെ വിശുദ്ധിയെ ചവിട്ടി മതിക്കുകയും തിരിഞ്ഞു നിന്ന് നമ്മുടെ ആത്മാവിനെ ആക്രമിക്കുകയും ചെയ്യും. ആത്മാവിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തും. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? നമുക്ക് കിട്ടിയ വിശ്വാസബോധ്യങ്ങൾ, മാമ്മോദീസയിലൂടെ കിട്ടിയ വിശ്വാസം, ദൈവ വചനങ്ങളിലൂടെ നമുക്ക് കിട്ടിയ വിശ്വാസത്തിൻ്റെ ബോധ്യങ്ങൾ, യേശുവിൻ്റെ ശരീരത്തിലുള്ള നമ്മുടെ ഒട്ടിച്ചേരൽ, അത് നമ്മുടെ ദുശീലങ്ങൾക്കും ലോകമോഹങ്ങൾക്കും ജഡിക പ്രവണതകൾക്കും, അപ്പോൾ അതാണ് നായും പന്നിയൊക്കെ സൂചിപ്പിക്കുന്നത്. നമ്മുടെ ദുശീലങ്ങൾ, നമ്മുടെ ലോകമോഹങ്ങൾ, നമ്മുടെ ജഡിക പ്രവണതകൾ, നമ്മുടെ സംസാരത്തിലെ അശുദ്ധി, നിയന്ത്രണമില്ലായ്മ, അങ്ങനെയുള്ള നായ്ക്കൾക്കും പന്നികൾക്കും വിട്ടുകൊടുക്കുമ്പോൾ അതായത് സാത്താൻ്റെ പ്രവണതകൾക്ക് ചവിട്ടി മതിക്കാൻ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ നാശം അപ്പോൾ തിരിഞ്ഞ് നമ്മെ ആക്രമിക്കും. നമ്മുടെ ആത്മാവ് നശിക്കും. നമ്മൾ തന്നെ വടി കൊടുത്ത് അടി മേടിക്കുന്ന പോലെ വിശുദ്ധി നിറഞ്ഞ നമ്മുടെ ശരീരം, വിശ്വാസത്തിലൂടെ കിട്ടിയ വിശുദ്ധി നമ്മുടെ പ്രവണതകൾക്ക്, ലോകമോഹങ്ങൾക്ക് ഇട്ടുകൊടുക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യും? ആർക്കാണോ ഇട്ടുകൊടുക്കുന്നത് ആ മോഹങ്ങൾ, ആ പ്രവണതകൾ നമ്മുടെ ആത്മാവിനെ, നമ്മുടെ വിശുദ്ധിയെ ചവിട്ടി മെതിച്ച് നമ്മുടെ ആത്മാവിനെ ആക്രമിച്ച് സാത്താൻ്റെ അടിമയാക്കി നമ്മെ മാറ്റും. നമുക്ക് നിത്യജീവൻ നിഷേധിക്കും. നരകത്തിൻ്റെക്കുള്ള വാതിൽ നമുക്ക് വേണ്ടി അവൻ തുറന്നു തരികയും ചെയ്യും. അതുകൊണ്ട് വചനമെന്ന മുത്ത്, അല്ലെങ്കിൽ വിശ്വാസമെന്ന മുത്ത്, വയലിലെ നിധി, അത് ലഭിച്ചവൻ എന്തു ചെയ്യണം? തനിക്ക് സ്വന്തമായുള്ളവ, നമുക്ക് സ്വന്തമായിട്ട് കിട്ടിയിരിക്കുന്നത് എന്താണ്? ആദത്തിൽ നമുക്ക് ലഭിച്ച ഉത്ഭവപാപത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ ലഭിച്ച തകർച്ച, ആ പാപപ്രവണതകളാണ് നമുക്ക് സ്വന്തമായിട്ട് കിട്ടിയിരിക്കുന്നത്. അത് ഉപേക്ഷിച്ച് വിശ്വാസത്തിലൂടെ നമ്മൾ മാംസം ധരിച്ച ദൈവവചനം അത് നമ്മിൽ ജീവിക്കാൻ, യേശു നമ്മിൽ ജീവിക്കാൻ നാം അനുവദിക്കണം. ജ്ഞാനം 6:10 നമ്മളിങ്ങനെ വായിക്കും: വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും, അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും. അതായത് വിശുദ്ധമായ കാര്യങ്ങൾ, നമുക്ക് ലഭിച്ച വിശുദ്ധിയുള്ള കാര്യങ്ങൾ വിശ്വാസം വഴി, വചനത്തിലൂടെ, കൂദാശകളിലൂടെ നമുക്ക് ലഭിച്ച വിശുദ്ധി, അത് വിശുദ്ധമായിട്ട് കൈകാര്യം ചെയ്യുന്നവർ
ആ വിശുദ്ധി നിലനിർത്തുന്നവർ, ലോകപ്രവണതകൾക്ക് പുറകെ പോകാത്തവർ, ജഡിക പ്രവണതകൾക്കും നാവിൻ്റെ സ്വാഭാവിക പ്രവണതകൾക്കും ഒന്നും പുറകെ പോകാതെ അതിനെ അടിപ്പെടുത്താതെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുന്നവർ അവർ വിശുദ്ധരാകും. അപ്പം അത് അഭ്യസിക്കണം, ആ വിശുദ്ധി അഭ്യസിക്കണം. ഇതിന് ആത്മനിയന്ത്രണത്തിലൂടെ അവർ രക്ഷ കണ്ടെത്തും. ജ്ഞാനം 6:10. അതുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് വലിയ ദൈവിക ദാനമാണ് എന്ന് ഉറച്ച് വിശ്വസിക്കണം. നമുക്ക് കിട്ടിയ വിശ്വാസം ദൈവത്തിൻ്റെ വലിയ ദാനമാണ്. നമ്മളാരും ചോദിച്ച് മേടിച്ചതല്ല. വിശ്വാസമുള്ള ഒരു കുടുംബത്തിൽ പിറക്കാൻ ദൈവം നമുക്ക് ഇടവരുത്തി. അപ്പം അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? നമ്മൾ ആ വിശ്വാസം നിലനിർത്തി അതിനനുസരിച്ച് ജീവിക്കുമ്പോൾ നിത്യതയിലുള്ള ജീവിതമാണ്. അപ്പം അത് നമ്മൾ നശിപ്പിച്ച് കളയാതെ ആ വിശുദ്ധി പന്നികൾക്കും പട്ടികൾക്കും ഇട്ടുകൊടുക്കാതെ നമ്മൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. നമ്മുടെ ജീവിതത്തിൻ്റെ പാളിച്ചകൾ വഴി മദ്യപാനം, അഹങ്കാരം, സ്വാർത്ഥത, ജഡിക പ്രവണതകൾ, അങ്ങനെയുള്ള നമ്മുടെ സ്വാഭാവിക പ്രവണതകൾ വഴി നമ്മൾ അവയ്ക്ക് ഈ വിശുദ്ധിയെ വിട്ടുകൊടുത്ത് എറിഞ്ഞുകൊടുത്ത് നമ്മൾ അവയുടെ അടിമകളായിട്ട് മാറരുത്. ഈ വചനഭാഗത്തെ നമ്മൾ ഈ സീറോഫിനേഷ്യൻ സ്ത്രീ അല്ലെങ്കിൽ ആ കാനാന്യ സ്ത്രീ തൻ്റെ മകളെ സുഖപ്പെടുത്താൻ വേണ്ടിയിട്ട്, പിശാച് ബാധിച്ച മകളെ സുഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈശോയുടെ അടുത്ത് വരുമ്പോൾ ഈശോ അവളോട് പറയുന്ന ഒരു കാര്യം ആ ഒരു വചനവുമായിട്ട് ബന്ധിപ്പിക്കുമ്പം നമുക്ക് കർത്താവ് വചനഭാഗത്തിൻ്റെ അർത്ഥം കൂടുതൽ ബോധ്യമാക്കി തരും. വചനം ഇതാണ്: മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ തിരുവചനം. ഈശോയോട് മറുപടി പറയുന്നതാണ്: മക്കൾ ആദ്യം ഭക്ഷിച്ച് തൃപ്തരാകട്ടെ. മക്കളുടെ അപ്പം നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. നമ്മൾ ഈ വചനഭാഗം മത്തായി സുവിശേഷം 15-ാം അധ്യായത്തിൽ 21 മുതൽ 28 വരെ ഭാഗങ്ങളിലും കാണുന്നുണ്ട്. അവിടെ കാനാൻകാരി സ്ത്രീയുടെ വിശ്വാസം എന്ന് പറഞ്ഞ തലക്കെട്ടാണ്. സീറോഫിനേഷ്യൻ സ്ത്രീയാണ്. അത് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് രണ്ടും ഒന്നാണ്. അപ്പോൾ ടയർ പ്രദേശത്ത് വെച്ച് ഈ സംഭവിച്ച ഒരു സംഭവമാണ് ബൈബിളിൽ വിവരിക്കുന്നത്. അപ്പോൾ ഈശോ പറയുന്നത് മക്കളുടെ ഒപ്പം എടുത്ത് നായ്ക്കൾക്ക് എടുത്തു കൊടുക്കുന്നത്, എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. അപ്പം മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരുന്ന വചനഭാഗം വിശുദ്ധമായത് നിങ്ങൾ നായ്ക്കൾക്ക് ഇട്ട് കൊടുക്കരുത്, അത് ചവിട്ടി മതിക്കുകയും നിങ്ങളെ തന്നെ തിരിഞ്ഞ് ആക്രമിക്കുകയും ചെയ്തേക്കാം. അപ്പം ഈശോ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? മക്കൾക്ക് ഉള്ള അപ്പം, ഇവിടെ പറഞ്ഞ മക്കൾക്കുള്ള അപ്പം നായ്ക്കൾക്ക് കൊടുക്കുന്നത് ഉചിതമല്ല, നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. അപ്പം മക്കളുടെ അപ്പം എന്താണ്? മക്കളുടെ അപ്പം സ്വർഗസ്വനായ പിതാവ് തരുന്ന ദൈവത്തിൻ്റെ വചനം. ആ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ജീവിതത്തിൻ്റെ വിശുദ്ധി, വിശ്വാസം, മാമോദിസ വഴിയുള്ള വിശ്വാസം, കൂദാശകളിലൂടെയുള്ള നമ്മുടെ വിശുദ്ധീകരണം, ദൈവവചനത്തിലൂടെയുള്ള നമ്മുടെ ജീവിത നവീകരണം, അത് നമ്മൾ മക്കളായിരിക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. എന്ന് വെച്ചാൽ മാമോദിസ വഴി യേശുവിലുള്ള വിശ്വാസത്തിലേക്ക് ഒരു മകനോ മകളോ കടന്നു വരുമ്പോൾ അവൻ ദൈവത്തിൻ്റെ മകനോ മകളോ ആയിത്തീരും. അതാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുമല്ലോ, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. അപ്പോൾ ദൈവാത്മാവിനാൽ നയിക്കപ്പെടണമെങ്കിൽ യേശുവിലുള്ള വിശ്വാസം, യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയും. അപ്പം അങ്ങനെയാണ് നമ്മൾ മക്കളാകുന്നത്. അപ്പം മക്കളാകുമ്പോൾ നമുക്ക് കിട്ടുന്ന അവകാശം വിശ്വാസവും വിശുദ്ധിയും ജീവിത നവീകരണവും വചനബോധ്യങ്ങളും, അതിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിന് ലഭിക്കുന്ന എല്ലാവിധ വിശുദ്ധിയും, അത് മദ്യപാനം, മധുരോത്സവം, മയക്കുമരുന്ന്, അതുപോലെ ജഡിക പ്രവണതകൾ, നാവുകൊണ്ടുള്ള അസഭ്യ ഭാഷണം, കുറ്റം പറച്ചിൽ, അങ്ങനെ നിരവധിയായ തിന്മകൾ, അതിലേക്ക് നമ്മൾ
ഈ നമുക്ക് മക്കളാകുമ്പോൾ നമുക്ക് ദൈവം അവകാശമായി തരുന്ന ദൈവികമായ ദാനങ്ങൾ അത് ഇട്ട് കൊടുക്കരുത്. അപ്പം ആ സംഭവത്തിൽ ആ സ്ത്രീ അപ്പോൾ ഈശോയോട് പറയുക, നായ്ക്കളും മക്കളുടെ മേശയിൽ നിന്ന് അല്ലെങ്കിൽ യജമാനൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ അല്ലെങ്കിൽ മക്കളുടെ ബാക്കി ഭാഗം, ആ അവശിഷ്ട ഭാഗം എടുത്ത് കഴിക്കുന്നുണ്ടല്ലോ. അപ്പം അവളുടെ ആഗ്രഹവും അവളുടെ വിശ്വാസവും അത്ര വലുതാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഈശോ ആ കുഞ്ഞിനെ, അവളുടെ മകളെ സുഖപ്പെടുത്തുക. അപ്പോൾ അവൾ എന്ത് ചെയ്തു? അവൾ നായ്ക്കളുടെ സ്ഥാനത്ത് നിന്ന് മക്കളുടെ സ്ഥാനത്തേക്ക് മാറി, മകളുടെ സ്ഥാനത്തേക്ക് മാറി. വിശ്വാസം വഴി യേശുവിന് എന്നെ രക്ഷിക്കാൻ കഴിയും, അതാ യേശുവിലുള്ള വിശ്വാസം. ആ യേശുവിലുള്ള വിശ്വാസം വഴി അവൾ മകളുടെ സ്ഥാനത്തേക്ക് മാറിയപ്പം ദൈവം തൻ്റെ ഓഹരി, അതായത് സൗഖ്യം, ദൈവമക്കൾക്കുള്ള സൗഖ്യത്തിൻ്റെ ഓഹരി എടുത്ത് ആ കാനാൻകാരി സ്ത്രീയുടെ മകൾക്ക് കൊടുക്കുകയാണ്. അതായത് മക്കൾക്കുള്ള സവിശേഷമായ അവകാശങ്ങളുണ്ട് ദൈവഭവനത്തിൽ അല്ലെങ്കിൽ സഭയിൽ. ആ കിട്ടിയ അവകാശങ്ങൾ, അതിലൂടെ നമുക്ക് ലഭിച്ച ജീവിത നവീകരണം, അത് നായ്ക്കൾക്ക്, ലോകത്തിൻ്റെ തിന്മയ്ക്ക്, നമ്മൾ അടിപ്പെട്ടു പോകുന്ന പാപപ്രവണതകൾ അതിന് കൊടുക്കരുത്. അങ്ങനെ കൊടുത്താൽ ആ പാപപ്രവണതകൾ നമ്മുടെ ആത്മാവിനെ തിരിഞ്ഞു നിന്ന് ആക്രമിക്കും, ആത്മാവിൽ മുറിവേൽപ്പിക്കും, അവസാനം നിത്യനാശമായിരിക്കും ഫലം. ഈശോ വാക്കുകൊണ്ട് അത് അർത്ഥമാക്കുന്നു. അപ്പോൾ ഈ രണ്ട് കാനാൻകാരി സ്ത്രീയോട് ഈശോ പറയുന്ന മറുപടി അതും കൂടെ മനസ്സിലാക്കുമ്പോൾ, ഈ വചനങ്ങൾ തമ്മിൽ കണക്ട് ചെയ്ത് ബന്ധിപ്പിച്ച് വായിക്കുമ്പോൾ നമ്മൾ ആ മത്തായി സുവിശേഷം 7-6 വചനം നമുക്ക് കൂടുതൽ ബോധ്യമാകും. നമ്മളെ വിശ്വാസം വഴി ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പം നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ഓഹരി, കർത്താവാണ് എൻ്റെ ഓഹരി, എൻ്റെ ഭാഗതയെ അവിടുത്തെ കരങ്ങളിലാണ്. അപ്പം ആ ഓഹരി ഞാനെടുത്ത് ചവിട്ടി മെതിക്കാൻ വേണ്ടി എൻ്റെ പാപകരമായ ജീവിതവും വഴി ഞാൻ നായ്ക്കൾക്ക് ആ ജീവിതം വഴി ഞാൻ എറിഞ്ഞു കൊടുക്കരുത്. അതാണ് ആ വചനത്തിൻ്റെ അർത്ഥം. അതുകൊണ്ട് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം, എനിക്ക് കിട്ടിയത് കർത്താവെ മൂല്യമുള്ളതായി കരുതി, എൻ്റെ ദൈവവിശ്വാസം അതുവഴി എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം അതെനിക്ക് മൂല്യമുള്ളതായി കരുതി പ്രവണതകളെ അതിജീവിച്ച് വിശുദ്ധിയുള്ള ജീവിതം നയിക്കുവാൻ, വരപ്രസാദത്തിൽ സ്ഥിരമായി നിലനിൽക്കുവാൻ, മരണം വരെ കർത്താവിനോട് വിശ്വസ്തത പുലർത്തി ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ. ആമേൻ.